പക്ഷേ 100ാമത്തെ വയസ്സെത്തിയിട്ടും ആദർശപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാനും തിരുത്താനും കഴിയാതെ പോവുക എന്നത് എന്തുമാത്രം വലിയ വീഴ്ചയാണ്, എന്തുമാത്രം വലിയ അപജയമാണ്. ഇവിടെ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണോ? അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണോ? സൃഷ്ടികളായ ഇവർ, മരിച്ച ഈ ഔലിയാക്കളാകട്ടെ, ഈ ബീവിമാരാകട്ടെ, മശായിഖന്മാരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, അവരൊക്കെ ആരാ? അള്ളാഹുവിന്റെ പടപ്പുകളാണ്. ആ പടപ്പുകളെ അള്ളാഹുവിൽ പങ്കുചേർക്കുകയോ? വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ്. അവർ തന്നെയും സൃഷ്ടികളാണ്, ശ്വസിക്കുന്നവരാണ്, വെള്ളം കുടിക്കുന്നവരാണ്, വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടവരാണ്, ഹോസ്പിറ്റലിൽ പോയവരാണ്, വിദ്യാലയങ്ങളിൽ പോയി പഠിച്ചവരാണ്, ശമ്പളം പറ്റി ജീവിച്ചവരാണ്, സമയമായപ്പോൾ മരിച്ചവരാണ്. എന്തിനാ അവർക്ക് സാധിക്കുക? എന്തിനാ അവരെ കൊണ്ട് കഴിഞ്ഞത്? എന്നാലോ യഥാർത്ഥ വിശ്വാസികളാണെങ്കിലോ വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ ശിർക്ക് വെക്കാത്തവരാണ്. എല്ലാ കാര്യങ്ങൾക്കും സഹായമേകുന്നവൻ അള്ളയാണ്. കാരണങ്ങളുണ്ടെങ്കിലും ആ കാരണങ്ങളെ അവലംബിക്കുക എന്നതിലപ്പുറം യഥാർത്ഥ ശക്തിയായ, യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിൽ തവക്കുലാക്കി പോകണം. റബ്ബിൽ തവക്കുലാക്കാതെ, അവൻ കൈകാര്യകർത്താവാണെന്ന് വിശ്വസിക്കാതെ, അവൻ എൻ്റെ മുദബ്ബിറാണ്, ലോകത്തിന്റെ മുദബ്ബിറാണെന്ന് വിശ്വസിക്കാതെ, അവനാണ് എൻ്റെ റാസിഖ് എന്ന് വിശ്വസിക്കാതെ, അവനാണ് എൻ്റെ ഇലാഹെന്ന് വിശ്വസിക്കാതെ ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ കൊടുത്ത കഴിവ് എന്ന വാദം ദീനുമായി ബന്ധപ്പെട്ട വാദമല്ല. ദീൻ അതിനെ പൊളിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ആ തകർക്കപ്പെട്ട, പൊളിക്കപ്പെട്ട വാദത്തെ ഷിയാക്കൾ കൊണ്ടുവന്നു, മക്കയിലെ അവിശ്വാസികളിൽ നിന്ന് ഏറ്റെടുത്തു. അത് സൂഫികളിലൂടെ കടന്നു വന്നു. അത് ഇവിടെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ വലിയ കാര്യമായി എഴുന്നള്ളി.